വൈറ്റിലയിൽ ഒരു മസ്ജിദ് ഉണ്ട് മുജാഹിദുകൾ. ആ പള്ളി ഉണ്ടാക്കാൻ തുടങ്ങുന്നു എന്ന് വന്നപ്പോ വൈറ്റിലയിൽ വന്നിട്ട് വേഗം ഒരു സുന്നി പള്ളി AP പള്ളി ഉണ്ടാക്കി. അങ്ങനെ 2 പള്ളികളവിടെ. രണ്ടും നടക്കട്ടെ. അതിലോ നമുക്ക് വിരോധമില്ല. മുജാഹിദ് പള്ളിയിൽ നിന്ന് ഖുതുബയും കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന 15 വയസ്സുകാരനായ ഒരു കുട്ടിനോട് സുന്നി പള്ളിയിൽ നിന്ന് ഖുതുബ കഴിഞ്ഞിരുന്ന ആചാര്യ ചോദിച്ചു, മോനെ ഇജ്ജ് ഇവിടുന്നാ വരുന്നത്? അപ്പൊ ഞാൻ സലഫി പള്ളിയിലാ വരുന്നത്. ഓ, നീ സലഫി പള്ളിയിലാ പോകാറുള്ളത്? അതെ. എന്തേ അങ്ങനെ? അപ്പം പറഞ്ഞു, ഞാന് 15 വയസ്സുള്ള കുട്ടിയാണെങ്കിലും കുസൃതിത്തരമൊക്കെ കളിച്ചിങ്ങനെ നടക്കുന്നതിനിടയിലാണ് യാദർശികമായി മുജാഹിദ് പള്ളിയിൽ ഒരു ഖുതുബ ചെയ്യുന്നത്. അന്നത്തെ ഖുതുബ വിദ്യാർത്ഥി സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് എന്റെ മനസ്സിൽ അത് അഗാധമായി പതിച്ചു. പിന്നെയുള്ള എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ അവിടെ പോകാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ വളരെയാണ്. അപ്പോ അദ്ദേഹം ചോദിച്ചു, ഇന്ന് എന്തായിരുന്നു മോനെ ഖുതുബ? ആ കുട്ടി പറഞ്ഞു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്തും വിശദീകരിച്ചിട്ടായിരുന്നു 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 92-ാമത്തെ വചനമാണ്. ആ ആയത്ത് ഇറങ്ങിയപ്പോ അബൂ തല്ലത്തുൽ അൻസാരി ബൈറുവാഹ് തോട്ടം ദാനം ചെയ്തു. കാരണം ആ ആയത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് ആ കുട്ടി പറയാ, എന്ത്? അങ്ങനെ സഹാബികളൊക്കെ ദാനം ചെയ്തു. ഈ ആയത്തിറങ്ങിയപ്പോ ഞാനും എന്റെ ഒരു വസ്തു ദാനം ചെയ്യാൻ പോവുകയാണ്. അത്ര അപ്പോ അയാൾ കൗതുകത്തോടെ നോക്കി. കുട്ടി തിരിച്ചു ചോദിച്ചു, ആചാര്യ ഇന്ന് എന്തായിരുന്നു ഖുതുബ? അപ്പൊ ആചാര്യ നല്ല ഒച്ചയായിരുന്നു. എന്ത് നല്ല ശബ്ദാണ് മുസ്ലിയാർക്ക്. അപ്പൊ കുട്ടി ചോദിച്ചു, ആചാര്യ നിങ്ങൾ എത്ര കൊല്ലായി സുന്നി പള്ളികളിൽ നിന്ന് ഖുതുബ എടുക്കണ്? 19 കൊല്ലായി. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട് ആചാര്യ? ഇല്ല, ഒന്നും മനസ്സിലായിട്ടില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ബാബരി മസ്ജിദ് പൊളിച്ചു 1992. അന്ന് അത് പൊളിക്കാൻ വേണ്ടിയിട്ട് കരസേവ നടത്തിയ കൂട്ടത്തിൽ ഒരു കരസേവകൻ, ഒരു ശിവസേനക്കാരൻ ഷാർജയിലെത്തി. ഇത് എന്റെ വകയല്ല, പത്രത്തിൽ വലിയ ന്യൂസായിരുന്നു. ഷാർജയിലെത്തിയപ്പോ അവിടെ ബിലാൽ ഫിലിപ്സിന്റെ ഇംഗ്ലീഷ് ഖുതുബ, ഹുസൈൻ സലഫിയുടെ മലയാള ഖുതുബ, കർണാടകയിലുള്ള ഷെയ്ഖിന്റെ ഹിന്ദി ഖുതുബ, അതുപോലെ തന്നെ തമിഴിലെ ഖുതുബ, അങ്ങനെ വ്യത്യസ്ത ഭാഷയിലെ ഖുതുബുള്ള സ്ഥലമാണ് ഈ ഷാർജ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഈ കരസേവ നടത്തിയ മനുഷ്യൻ ഹിന്ദിയിൽ ഇങ്ങനെ ഖുതുബ കേൾക്കുക ഈ പള്ളിയുടെ പരിസരത്ത്. അങ്ങനെ അയാൾ തുടർച്ചയായി 2-3 വെള്ളിയാഴ്ചകൾ വന്നു. നല്ല പ്രസംഗമാണ് ഷാർജയിലെ ഷെയ്ഖിന്റെ. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് മറന്നു, ഞാൻ അദ്ദേഹത്തെ പോയി പരിചയപ്പെട്ടിട്ടുണ്ട്. ആ മനുഷ്യന്റെ ഖുതുബ നല്ല, അദ്ദേഹത്തിന്റെ കേസറ്റ് നല്ല സെലഫിയാണ്. അദ്ദേഹം എല്ലാ ഭാഗത്തും ജനങ്ങൾ എത്തിക്കാറുണ്ട്. അത്ര നല്ല പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഈ കരസേവക്കാരൻ ഇസ്ലാം മനസ്സിലാക്കി. അങ്ങനെ അയാൾ ഇസ്ലാം സ്വീകരിച്ചു. തലശ്ശേരി പള്ളിയിൽ, കോടതി പള്ളിയിൽ കുറച്ചു കാലം എനിക്ക് ഖുതുബ നടത്താൻ അവസരം ഉണ്ടായിരുന്നു. ആ ഖുതുബ നടത്തുന്നതിനിടയിൽ 1-2 വെള്ളിയാഴ്ച വെള്ളക്കുപ്പായക്കെട്ടൊരു മനുഷ്യൻ പള്ളിന്റെ പുറത്ത് ജനലിനോട് ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. 2 വെള്ളിയാഴ്ചകൾ കഴിഞ്ഞ് 3-ാം വെള്ളിയാഴ്ച ചോദിച്ചു, ഏയ് എന്താ പുറത്തേക്കാണ്? 2 ആഴ്ചയല്ലോ. ഖുതുബ കഴിഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞു, എന്റെ പേര് ശിവൻ എന്നാണ്, ഞാൻ ഖുതുബ കേട്ടിട്ട് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ വന്നതാണ്. അയാൾ നല്ലൊരു മുസ്ലിമാണ്, നല്ല മനുഷ്യനായിട്ട് ജീവിക്കുകയും ചെയ്യണം. ഇപ്പൊ സൗദിയിലാണ്. ഇനി ശിവൻ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ മെനയാന്ന് പോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ കോഴിക്കോട് പഠിക്കുന്നു. അദ്ദേഹത്തെ അറിയാവുന്നവർ ഈ സദസ്സിലുണ്ട്. ഒരു എഞ്ചിനീയർ ആയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു. ഞാനിത് പറയുന്നത്, ഞാൻ ചോദിക്കുന്നത്, സുന്നികളുടെ ഖുതുബ കേട്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നായിക്കോ? എന്റെ ചോദ്യമാണ്, തുറന്നുള്ള ചോദ്യമാണ്. വെള്ളിയാഴ്ച ഖുതുബ കേട്ടിട്ട് ഏതെങ്കിലും ഒന്നുകൂടെ തീർത്തു പറയുകയാണ്. അതായത് വെള്ളിയാഴ്ച ജുമയ്ക്ക് പങ്കെടുക്കുന്നത് വരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു തെറ്റ് ജുമയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു യുവാവ് തിരുത്തിയ ചരിത്രം അറബി ഖുതുബ കേട്ടിട്ടുണ്ടോ എന്ന് കേരളത്തിലുണ്ടോ എന്നാ ചോദ്യം. കേരളത്തിൽ കണ്ടോ? അതാണ് ജാതി. നന്നാകുന്നില്ല, നന്നാക്കി നോക്കിയിട്ട് നന്നാകുന്നില്ല. കാരണം എന്താ? ഒരു മുജാഹിദ് ചെയ്യൂലത്. കടപ്പുറത്ത്, കോഴിക്കോട് കടപ്പുറത്ത് ഒരു വലിയ മനുഷ്യന് പൗരസ്വീകരണം കൊടുത്തു. വലിയൊരു മനുഷ്യനെ സ്വീകരണം കൊടുത്തപ്പോ എല്ലാ സംഘടനകളും പങ്കെടുത്തു. മടവൂർ ഗ്രൂപ്പ് പങ്കെടുത്തു, അതുപോലെ തന്നെ ലീഗ് പങ്കെടുത്തു, പല പാർട്ടി CPM പങ്കെടുത്തു, പലരും പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി പങ്കെടുത്തു. ആ പങ്കെടുത്ത യോഗത്തിൽ ഉണ്ടായ അനുഭവം എന്താ അറിയോ?
അവർ വിശ്വസിക്കുന്ന നേതാവിന്റെ പാർട്ടിക്കാരല്ലാത്തവരൊക്കെ പ്രസംഗിച്ചപ്പോ കൂക്കോട് കൂട്. ഞാനിത് തുറന്നു പറയുന്നതിനറിയോ, ഓരോ സമൂഹത്തിലെ നേതാക്കന്മാരും സൃഷ്ടിച്ചെടുക്കുന്ന അനുയായികളുടെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു മുജാഹിദ് സമൂഹം ചെയ്യില്ല അത്. നിശോഫ് ട്രൂത്തിന്റെ ഏത് പരിപാടിയിലും കൈയടിക്കേണ്ട സാഹചര്യം പോലും അരുത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇത് അത്ഭുതമാണ്, എനിക്കിത് അത്ഭുതമാണ്. ഞാനൊരു ചെറിയ മനുഷ്യനാണ്, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. അങ്ങനെ വാർത്തെടുത്തൊരു സമൂഹം എങ്ങനെ സാധിച്ചു? നിങ്ങൾക്കറിയോ, ഒരു ഖുതുബ വെള്ളിയാഴ്ച നടന്ന മുജാഹിദുകളുടെ ഖുതുബ എന്തായിരിക്കുന്നത്? ഭീമാപള്ളിയിൽ ഈ സംഭവം ഉണ്ടായി. ഞാൻ അതിനെതിരെ ശക്തമായി പറഞ്ഞു. എന്നാൽ അതോടൊപ്പം അനുയായികളോട് പറഞ്ഞു, അങ്ങ് പ്രവാചക തിരുമേനി കല്ലെറിയപ്പെട്ടിരുന്നു 10 ദിവസം തായിഫിൽ എറിയപ്പെട്ടിരുന്നു. നിങ്ങൾക്കറിയോ, മഹാനായ സെയ്ദ് മൗലവി രണ്ടത്താണിയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കപ്പെടേണ്ട ഒരു ചരിത്രത്തിന്റെ വളരെ വ്യക്തമായ ഒരു കാര്യം. പൊന്നാനിയിൽ അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തെ തല്ലിച്ചതച്ച് മാലപ്പടക്കങ്ങൾ കഴുത്തിലിട്ട് താഴോട്ട് മറച്ചിട്ട് ഓവുചാലിൽ വീണ് ചവിട്ടി താഴ്ത്തി അദ്ദേഹത്തെ. ആര്? RSSും BJPയും കോൺഗ്രസും ഒന്നല്ല, ഇവിടുത്തെ മുസ്ലിമീങ്ങൾ. ഏതോ പാർട്ടിക്കാരാവട്ടെ, ഇവിടുത്തെ മുസ്ലിമീങ്ങൾ. എന്നിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അന്ന് സഖാവ് MPC ബാബ സാഹിബ് ചെന്നിട്ട് ചോദിച്ചു, സെയ്ദ് മൗലവി, നിങ്ങളുടെ തല്ലിയോലി അടിച്ചോലയൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് കേസെടുക്കാം. സെയ്ദ് മൗലവി വേദനിക്കുന്ന ഹൃദയം ശരീരമൊക്കെ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ സെയ്ദ് മൗലവി പറഞ്ഞു, ഇല്ല, എനിക്കവരറിയാം, ഞാൻ പറയില്ല. കാരണം ഞാൻ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട് മനുഷ്യരെ നിങ്ങൾക്ക് എന്ന് സൂറത്ത് അഹ്സാബിലെ 21 പറയുകയാണ്. മനുഷ്യരെ, നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. സെയ്ദ് മൗലവി പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായിയാണ്, ആ റസൂലിനെ പിന്തുടരുന്നവനാണ്. അല്ലാഹുമ്മ ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. തായിഫ് നബി അതാ പറഞ്ഞേ, കല്ലെറിഞ്ഞവരോട്, കൂക്ക് വിളിച്ചവരോട്, ബഹിഷ്കരിച്ചവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പിൽക്കാലത്ത് സഖീഫ് ഗോത്ര ഇസ്ലാം സ്വീകരിച്ചു. സെയ്ദ് മൗലവി പറഞ്ഞു, ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കൾ എന്റെ പ്രസംഗം ഇവിടെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളോട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ കല്ലെറിയുമ്പോൾ നിങ്ങൾ അബൂജഹലിന്റെ പാർട്ടിക്കാരായി പോകുന്നു അറിയാതെ. കാരണം കല്ലെറിഞ്ഞവർ അബൂജഹലിന്റെ പാർട്ടിക്കാരാണ്, കൂക്ക് വിളിച്ചവർ അബൂജഹലിന്റെ പാർട്ടിക്കാരാണ്. നിങ്ങൾക്കറിയില്ലേ, അബൂജഹലും കൂട്ടരും പറഞ്ഞതായി ഖുർആനിലെ 41-ാം അധ്യായം 26-ൽ പറയാ, ബഹളുണ്ടാക്കിക്കോളി, കൂക്കിക്കോളി. ഖുർആൻ ഓർക്കുമ്പോ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഖുർആൻ ഓതിക്കേട്ട കൂക്കിക്കോളി, ബഹളുണ്ടായിക്കോളി. അത് അബൂജഹലും കൂട്ടരും പറഞ്ഞതാ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ചര്യ ഇക്കാലത്ത് ഒരു കൂട്ടർ പ്രാവർത്തിയാക്കിയ അതിന്റെ അർത്ഥം എന്താ? എന്താ അതിന്റെ അർത്ഥം? ഓലാര മില്ലത്തില? അബൂജഹലിന്റെ മില്ലത്തില്. കൂക്ക് കേട്ടവരോ നബിയുടെ മില്ലത്തില്. ഇത് മനസ്സിലാക്കാൻ സഖാഫി പട്ടം കെട്ടണോ? അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വഷളാക്കരുത്, നിങ്ങളെ വഷളാക്കരുത്. നിങ്ങൾ കൂക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കൂക്ക് കേട്ട് വളർന്ന പ്രസ്ഥാനം അത്. കൂക്കിയരും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ആദിക്കാട്ട് കുളങ്ങരയിൽ മുസ്ലിയാർ പറഞ്ഞു എനിക്ക് മൈക്കിലൂടെ പറയണോ. ഞാൻ പറഞ്ഞോളൂ. അയാൾക്ക് മൈക്ക് അങ്ങോട്ട് കൊടുത്തേ. എന്നിട്ട് അയാൾ ചോദ്യം, ഞാൻ ഇവിടുന്ന് മറുപടി. അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് തൃപ്തിയായോ? ആ തൃപ്തി എന്നാ പോയിക്കൊള്ളിയാം. ഞാൻ പോട്ടേന്ന് അങ്ങോട്ട് പോയിക്കൊള്ളിയാം. അസ്സലാമു അലൈക്കും. ആലോചിച്ചു നോക്ക്, എന്തേ നമ്മുടെ സ്റ്റേറ്റ് പാഞ്ഞു കയറി. ഇതൊക്കെ ഒരു മര്യാദയാണ്. അതുകൊണ്ട് ഈ വക കാര്യം, ഈ നാടകങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാര്യം ഞാൻ അല്പം വളരെ ഗൗരവമായി പറയട്ടെ. കേരളത്തിലെ എല്ലാ പ്രദേശത്തും മുജാഹിദുകൾ പ്രസംഗിക്കുമ്പോ സുന്നിയിൽപ്പെട്ട ഒരൊറ്റ കുട്ടിയും കൂക്കുകയോ ബഹളമുണ്ടാക്കുകയോ ആക്രമിക്കുകയോ ചെയ്യരുത് എന്ന് കാന്തപുരം ഉസ്താദ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചാൽ, ഞാൻ പറയുന്നു, അള്ളാഹ് തൗഫീഖ് ചെയ്ത 5 കൊല്ലം കൊണ്ട് കേരള മുജാഹിദുകളുടെ കയ്യിൽ നിൽക്കും. തിരിച്ച് ഞങ്ങൾ പറയുങ്ങളോട്, ഞങ്ങളുടെ മുജാഹിദ് സെന്ററിൽ വന്ന് പ്രസംഗിച്ചോളി, ഞങ്ങൾ എതിർക്കൂല. പക്ഷെ ഞങ്ങൾ നിങ്ങളെ സെന്ററിൽ വന്ന് പ്രസംഗിക്കും, നിങ്ങൾ കേട്ടാ മതി, ഞങ്ങളും കേൾക്കാം. അങ്ങനെ ഒരു കോംപ്രമൈസിന് തയ്യാറായാൽ പിന്നെ വല്ലാതൊന്നും സഖാഫിമാര് പുറത്തിറങ്ങൂല. പക്ഷെ ഇവിടെ എന്താണ്? അക്രമമാണ്. മക്കത്തുണ്ടായത് അനുഭവം. അതുകൊണ്ടാ മക്കത്ത് ആ അംഗസംഖ്യ വർദ്ധിക്കാതിരുന്നത്. ഹുദൈബിയ സന്ധി നിലവിൽ വന്നപ്പോ 1 കൊല്ലം കൊണ്ട് 7000 ആള് വർദ്ധിച്ച്. കാരണം എന്താ? ആർക്കും വയലേറി, ആരും എതിർക്കൂലാന്നായി. അതാണ് ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദി പ്രിയംബിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് അനുവദിച്ച അവകാശം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഒരു വലിയ കാര്യം പറയാണ്. ഞങ്ങൾ റോഡ് പ്രകടനം നടത്താറില്ല, ബന്ദില്ല, ഹർത്താലില്ല, ടിക്കറ്റിംഗ് ഇല്ല, പ്രകടനമില്ല. ആർക്കും ഒരു മിനിറ്റ് പോലും ഞങ്ങൾ ഉപദ്രവം ഉണ്ടാക്കില്ല. കാരണം ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതൊക്കെ തെറ്റാണ്, ഈമാനിനെതിരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈമാനിനെതിരായ ഈ ഇനി മാത്രമല്ല, എനിക്ക് ആശ്ചര്യവും അത്ഭുതവും തോന്നിയ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ പ്രകടനങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടോ?